വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, സെക്കൻഡ് സെമസ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് മീൻ ബൈ അസറ്റ്സ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് അസറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ അസറ്റ്സ് എന്താണെന്നറിയാം. നമുക്ക് ആസ്തിയാണെന്ന് നമുക്കറിയാം അല്ലേ. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓർ ഇക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ ദി ബിസിനസ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. എക്സാമ്പിളായ ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ്, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക്, ഗുഡ് വില്ല്, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, സെൻട്രൽ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീബിൾ, ബിൽസ് പേബിൾ, ഇങ്ങനെ വരുന്ന എല്ലാ ഐറ്റങ്ങളെയും നമുക്ക് എന്ത് പറയാം? അസറ്റ്സ് എന്ന് പറയാം അല്ലേ. എന്ന് പറഞ്ഞാൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വിലയുള്ള വസ്തുക്കളെ നമുക്ക് എന്താ പറയാം? അസറ്റ്സ് എന്ന് പറയാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വാല്യൂ ഉള്ള ഏതൊരു വസ്തുവിനെയുമാണ് എന്ത് പറയുന്നത്? അസറ്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് അസറ്റ്. അസറ്റ്സിന് മെയിനായിട്ട് 4 ആയിട്ടാണ് കാറ്റഗറി ചെയ്യുന്നത്. ഫസ്റ്റ്, ഫിക്സഡ് അസറ്റ്. സെക്കൻഡ്, കറണ്ട് അസറ്റ്. തേർഡ്, ടാൻജിബിൾ അസറ്റ്. ഫോർത്ത്, ഇൻടാൻജിബിൾ അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് എന്താണെന്ന് നോക്കാം. Assets which are acquired for relatively longer periods for carrying on the business are called fixed assets. For example, land and building, plant and machinery, furniture and fittings, vehicles, etc. എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് പീരീഡിലേക്ക്, ദീർഘകാലത്തേക്ക് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന അസറ്റുകളെയാണെന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഇതെല്ലാം എന്താണ്? ഫിക്സഡ് അസറ്റ് കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, കറണ്ട് അസറ്റ്സ് എന്താണെന്ന് നോക്കാം. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈംസ് വിത്തിൻ 1 year. For example, cash in hand, cash at the bank, debtors, stock, prepaid expense, accrued incomes, inventories, ഇതൊക്കെയാണെന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണിയുടെ രൂപത്തിൽ, പണത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എന്താണ് നമുക്ക് പണമായി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റുകളാണെങ്കിൽ അതിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയാം. ക്യാഷ് നമ്മൾ ബാങ്കിൽ കിടക്കുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്താൽ നമുക്കെന്താ വേഗം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് എന്താ പറയുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. 1 year ഉള്ളിൽ നമുക്ക് ക്യാഷെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്താ പറയുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഡെപ്റ്റർ. എന്താണ് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ് ആസ് he has received some benefit from the business. Debtor is collectively is known as sundry debtors, book debts or accounts receivable. എന്താണ് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനമാകാം ബിസിനസ്സിന് പണം നൽകുവാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ബിസിനസ്സിന് വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിന് സണ്ടർ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം, ബുക്ക് ഡെപ്റ്റ്സ് എന്ന് പറയാം, അക്കൗണ്ട്സ് റിസീവബിൾ എന്നൊക്കെ നമുക്കതിന് പറയാൻ സാധിക്കുന്നുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് നോൺ ആസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ. നമുക്കറിയാം ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന എന്തെങ്കിലും ചിലവുകൾ മുൻകൂട്ടി നൽകാൻ വേണ്ടി നീക്കിയിരിപ്പിന് നൽകിയാൽ അതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ്, അക്രൂഡ് ഇൻകം. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഈസ് നോൺ ആസ് അക്രൂഡ് ഇൻകംസ്. എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട്? ലഭിക്കാൻ സമയമായിട്ടും പക്ഷെ അത് ഇതുവരെ നമുക്ക് ലഭിക്കാത്ത ഇൻകത്തെയാണിത് അക്രൂഡ് ഇൻകംസ് എന്ന് പറയുക. നെക്സ്റ്റ്, ബിൽസ് റിസീബിൾ. നമ്മളിപ്പോഴും അക്കൗണ്ട്സിലെ ബിൽസ് റിസീബിൾ എന്നൊക്കെ നമ്മൾ എൻട്രി ചെയ്യാറുണ്ട് അസറ്റ്. എന്താണ് ബിൽസ് റിസീബിൾ എന്ന് പറഞ്ഞാൽ? എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എ promissory note is treated as a bills receivables if the payment is to be received against in on demand or after a specific period. ഒരു നിശ്ചിത ദിവസമെടുക്കുക, നിശ്ചിത ദിവസം കൊണ്ട് ഒരു നിശ്ചിത തുക കൊടുത്തു കൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു ഉടമ്പടി പ്രമാണമാണ് എന്ത് പറയുന്നത്? ബിൽസ് റിസീവബിൾ എന്ന് പറയും. ഒരു ഡേറ്റ് എടുത്ത ഡേറ്റിനുള്ളിൽ കൊടുത്തു തീർക്കാവുന്ന ഒരു അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ബിൽസ് റിസീവബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്.
സുപരിചിതമുള്ള ഒരു ടൈമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ഈസ് നോൺ ആസ് എ ക്ലോസിംഗ് സ്റ്റോക്ക്. അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം. ഓരോ അക്കാഡമിക് ഇയറിൻ്റെ അവസാനത്തെ എൻഡിങ്ങിൽ വിൽക്കാതെ ബാക്കി വരുന്ന സ്റ്റോക്കിനെ നമുക്ക് എന്താ പറയാം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ഇതൊക്കെയാണ് അത് കറണ്ട് അസറ്റിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് നോക്കാം. അസറ്റ്സ് ഹാവിങ് ഡെഫിനൈറ്റ് ഷേപ്പ് ഓർ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഈസ് കോൾഡ് ടാഞ്ചിബിൾ അസറ്റ്സ്. നമുക്കറിയാം എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടാഞ്ചിബിൾ ആണ്, നമുക്ക് രൂപവും ആകൃതിയുമുള്ള ഏത് തരത്തിലുള്ള അസറ്റുകളെ നമുക്ക് എന്താ പറയുക, ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് നമുക്ക് പറയാം. ലാൻഡ്, മെഷീനറി, ബിൽഡിംഗ്, പ്രിമൈസസ്, ഫീച്ചേഴ്സ്, ഫിറ്റിങ്സ്, ക്യാഷ്, സ്റ്റോക്ക്, ഇതെല്ലാം എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ്. എന്താണ് ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീസ് ആർ ദി ഫിക്സഡ് അസറ്റ്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ഡൂയിങ് ദ ബിസിനസ് ആക്ട്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഫീച്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ്. എന്താണ് ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഫർണിച്ചറും ഫീച്ചേഴ്സും എന്താണോ, അല്ലെങ്കിൽ ഫർണിച്ചർ ഫിറ്റിങ്സ് എന്താണെന്ന് അറിയാൻ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള എക്യുപ്മെൻസിനെയാണ് ഇത് പറയുന്നത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് എന്ന് പറയുക. ഈ പ്രിമൈസസ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാം. എന്താണ് പ്രിമൈസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ബിൽഡിംഗ് ആൻഡ് സറൗണ്ടിങ്സ് ഗ്രൗണ്ട്സ്. അല്ലേ, പ്രിമൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലവും കെട്ടിടം ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രിമൈസസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് are represented by rise in certain things are called intangible assets. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്? സായ ആകൃതിയില്ലാത്തതും എന്നാൽ എന്താണ് ചില അവകാശങ്ങളെ സൂചിപ്പിക്കുന്നതുമായ ആസ്തികളെയാണെന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. ഗുഡ്വിൽ, അല്ലേ, ഗുഡ്വിൽ ഇസ് എ ടോട്ടൽ അസസ്ഡ് വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള സൽപ്പേരിനെയാണെന്ന് പറയുന്നത് ഗുഡ്വിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പേറ്റൻസ് എന്നൊക്കെ പരിചയമുള്ള ഒരു ടൈമാണ്, അല്ലേ. പേറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദി പ്രിവിലേജസ് ടു യൂസ് ആൻ ഇൻവെൻഷൻ ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ ദ റൈറ്റ് പാസ്ഡ് ഓൺ വൺ ബൈ പാർട്ടി ടു ദി അതർ ഫോർ ദി സെയിം ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈംസ്. എന്താണ് പേറ്റൻസ് എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിൻ്റെ ഒരു സർട്ടൺ പീരീഡിലേക്ക് ലഭ്യമായ ചില അവകാശ റൈറ്റ്സുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും, ഫൈൻഡ് ഔട്ട് ഉണ്ടാകും, അല്ലേ. അങ്ങനെയുള്ള അസറ്റുകളെ ആണെന്ന് പറയുന്നത് പേറ്റൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ട്രേഡ് മാർക്സ് എന്താണ്? ഇറ്റ് ഈസ് ദി മാർക്ക് ഓർ ലോഗോ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ എ പ്രോഡക്റ്റ് വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റീസ്, അല്ലേ. നമുക്കറിയാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ബിസിനസ്സിന് ചില അടയാളങ്ങളോ മാർക്കുകളോ ഉണ്ടാവില്ലേ, അതിനാണ് എന്ത് പറയുന്നത്, ട്രേഡ് മാർക്സ് എന്ന് പറയാം. കോപ്പിറൈറ്റോ എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി റൈറ്റ് ടു ഫിസിക്കൽ എ നോട്ട് ഓർ ആൻ ആർട്ടിക്കിൾ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ത്രൂ ഓൺ ദി ലൈഫ് ടൈം ഓഫ് ദി ഓതർ ആൻഡ് 50 years ആഫ്റ്റർ ഹിസ് ഡെത്ത്. എന്താണ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ? പുസ്തകങ്ങളുണ്ടാവില്ലേ, അതുപോലെ കണ്ടുപിടുത്തങ്ങളോ പ്രസിദ്ധപ്പെടുത്തുവാൻ വേണ്ടി പ്രസ്തുത വ്യക്തിയുടെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക, അവകാശത്തെയാണ് എന്ത് പറയുന്നത്, കോപ്പിറൈറ്റായി നമുക്ക് അസ്യൂം ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് ലോങ് പീരീഡിലേക്കുള്ള അസറ്റ്, കറണ്ട് അസറ്റ് ഷോർട്ട് പീരീഡിലേക്കുള്ള അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ്സ് നിന്ന് നമുക്ക് കാണാനും കഴുകാനും തൊട്ട് നോക്കാനും പിടിച്ചു നോക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേക ഷേപ്പൊന്നുമില്ല, നമ്മളുടെ ബിസിനസ്സിൻ്റെ അനുഭവത്തിൽ നമുക്ക് ലഭിക്കുന്ന അസറ്റാണ് എന്താ പറയുക, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയും. ഇത് കൂടാതെ 1-2 അസറ്റ്സ് കൂടിയുണ്ട്. വേസ്റ്റിംഗ് അസറ്റ്, അതുപോലെ ഫിറ്റീഷ്യസ് അസറ്റ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്താണെന്ന് നോക്കാം. സെർട്ടൻ ഫിക്സഡ് അസറ്റ്സ് വിൽ ലോസ് or reduce the value after their use. Such assets are called wasting assets. For example, mines, quarries, oil fields, etc. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ വിലയില്ലാതെ ആവുകയോ ചെയ്യുന്ന അവസ്ഥയുള്ള അസറ്റുകളെയാണെന്ന് പറയുന്നത് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുക. നെക്സ്റ്റ് ഫിറ്റീഷ്യസ് അസറ്റ്.
അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ദേ ആർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ് ആർ കോൾഡ് ഫിറ്റീഷ്യസ് അസറ്റ്സ്. എന്താണ് ഫിറ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഇപ്പോൾ ലഭ്യമല്ലാത്തതും ചില സാങ്കേതിക കണക്ക് ബുക്കിൽ ആസ്തിയെ കാണുന്നതുണ്ടെങ്കിൽ അതിനെയാണിത് പറയുന്നത് ഫിറ്റീഷ്യസ് അസറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഇഷ്യൂ, ഷെയർസ് ആൻഡ് ഡിവെൻഡേഴ്സ്, അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെയാണ്, ഇങ്ങനെയുള്ള അസറ്റുകളെയാണ് എന്ന് പറയുന്നത് ഫിറ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.